സാധാ ചീരയല്ല ഇത്. ഓക്കെ, കണ്ടുണ്ടാ അച്ഛൻ പറ. അപ്പൊ അമ്മ എല്ലാ ദിവസവും ചെയ്യാൻ മണ്ണി വർത്താനം പറയണം. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സമയം 11:30 ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് വ്ളോഗാണ്. ഈ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും കുറേ നാളായിട്ട് ഇത് കഴിക്കണം എന്ന് ഭയങ്കരമായിട്ട് കൊതിച്ച് നിന്ന ഒരു ഫുഡാണ്. ഓക്കെ, അതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം വേറൊന്നുമല്ല, നമ്മളെ നാവിലെ വെള്ളം മൂടുന്ന പൊതിച്ചോറ് വ്ളോഗാണ് ഗൈസ്. പൊതിച്ചോറാണ് വ്ളോഗാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് എന്തിനാണ് ഇത്ര എക്സൈറ്റ്മെൻറ്റ് ആവാനുള്ള കാരണമുണ്ട് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും, ഏട്ടനും അമ്മയൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ രണ്ടുപേരും ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് പൊതിച്ചോറ് കഴിച്ചിട്ടേ ഇല്ല. ഒറ്റൊരു കാരണം അതിന് ഒറ്റൊരു കാരണം അമ്മ. എന്തുകൊണ്ടാണ് നമ്മൾ കഴിച്ചിട്ടില്ലാത്തത് എന്ന് അമ്മയാണ് ആൻസർ പറയേണ്ടത്. അമ്മയൊന്ന് സൂം ഔട്ട് ചെയ്യും. അമ്മ ലുക്ക് അറ്റ് ദ ക്യാമറ പ്ലീസ്. ലുക്ക് അറ്റ് അമ്മ ബക്കറ്റ് എടുത്തോണ്ട് പോയത് ഗൈസ്. എന്ത് പറയും, അമ്മ നമുക്ക് ഇതുവരെയും പൊതിച്ചോറ് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളും കഴിച്ചിട്ടില്ല. ഇടയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് അടുക്കളയിലല്ല, കിച്ചണിലല്ല, പകരം ടെറസിൻ്റെ മുകളിൽ അടുപ്പ് വച്ച് വിറക് കത്തിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും പൊതിച്ചോറ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നമുക്ക് ട്രഡീഷണൽ രീതിയിൽ തന്നെ അത് ഉണ്ടാക്കി അമ്മിക്കല്ലിൽ അരച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ആക്ച്വലി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അയ്യോ, അരി ഇട്ടു ഗൈസ്. അങ്ങനെതാ നമ്മൾ അരി ഇട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളപ്പോൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം കീരത്തോരനാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിൽ ഞാനും ഒക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കീരത്തോരനാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടത് ഓഫ്കോഴ്സ് ആദ്യം വേണ്ടത് കീര. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കീരയാണ്. ഈ കീരയുടെ പേരെന്ന് പറഞ്ഞാൽ മിൽക്ക് ചീര എന്ന് പറയും കേട്ടോ. സാധാ ചീരയല്ല ഇത്. ഓക്കെ, കണ്ടുണ്ടാ ഇതിൻ്റെ പേരാണ് മിൽക്ക് സ്പിനാച്ച്. മിൽക്ക് സ്പിനാച്ച് ആയതുകൊണ്ടാണ് ഇതിൻ്റെ തണ്ട് വൈറ്റ് കളറായത്. അപ്പോൾ നമ്മൾ കട്ടിങ് പ്രോസസ്സിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ കീരത്തോരനാണ് വയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ കീരത്തോരന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് എത്ര പേർക്ക് റിലേറ്റബിൾ ആവുമെന്ന് എനിക്കറിയില്ല. ഈ കട്ടിങ് ടേബിൾ ഉണ്ടല്ലോ, ആ കട്ടിങ് ടേബിൾ ബിസി ആകുമ്പോൾ, അതായത് അമ്മയോ ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ പാത്രത്തിൻ്റെ പുറത്ത് വെച്ചിരുന്ന് കട്ട് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ കട്ട് ചെയ്യും. കാരണം ഇപ്പോൾ കട്ടിങ് ടേബിൾ അമ്മ വല്ലതും ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് കട്ട് ചെയ്യാനില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കഴിക്കുന്ന പാത്രം അടച്ചു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യും. ആ പുളിയാണ്, അല്ലെ ഐഡിയ പുളിയാണ്. ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യും, ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ സവാള ഒന്ന് അരിയാണ് കേട്ടോ. നമ്മൾ ഫ്രഷ് കീര കഴുകിക്കൊണ്ടുവന്നേ ബക്കറ്റിൽ നോക്കിക്കേ. ഇത്രയും കീര കിട്ടി കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്ത കീരയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഉള്ളിയുടെ ഈ ഈ ഒരു സാധനം ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല. പക്ഷേ എൻ്റെ അമ്മ എപ്പോൾ കറി വെച്ചാൽ ഈ ഒരു സാധനം കാണും. പക്ഷേ ഇത് ഞാൻ വയ്ക്കുകയാണെങ്കിൽ ഇത് ഞാൻ എടുത്ത് തോണ്ടിക്കളയും. അമ്മ ഇത് തോണ്ടിക്കളയേ ഇല്ല. എനിക്കത് ഇഷ്ടമില്ല. അതെന്ത് കഷക്കണ പോലെ നടുക്ക് എല്ലാ കോഴികളും ഈ രാജാവ് ഇരിക്കുന്ന പോലെയാണ് വിളിച്ചത്.
നമ്മൾ അടുത്തിരുന്നോ വെള്ളം കിട്ടിയ വീണ് അതെല്ലാം ഗ്ലാസ് ഇടുമ്പോൾ പൊട്ടിക്കുന്ന ആള് അപ്പുറത്തെ സൈഡ് അപ്പോൾ അത് നമ്മൾ കീരത്തോരനുള്ള അരിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. അരിപ്പ് നമ്മൾ മിക്സിയിലല്ല, പകരം അമ്മിക്കല്ല് അരച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം നമ്മൾ വെളുത്തുള്ളി, ഇത് ഏകദേശം മൂന്ന് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. ഈ 3 വലിയ വെളുത്തുള്ളി ഒന്ന് ചതയ്ക്കും, പേസ്റ്റ് അല്ല, ഒന്ന് ചതച്ച് മാത്രം ഒന്ന് എടുത്താൽ മതി. അങ്ങനെ നമ്മൾ ചതച്ച വെളുത്തുള്ളി മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ജീരകമാണ്. എനിക്ക് തോരനിൽ പൊതുവെ ജീരകം ഇടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയും ഇടുള്ളൂ. എനിക്ക് ഇത്രയും മതിയാവും. തേങ്ങ ഒന്ന് ഇതിൽ വയ്ക്കാം, നമുക്കിനി ഒന്ന് അരക്കാം. ഇനി അടുത്ത പച്ചമുളകാണ്. ഇത് ഏകദേശം ഒരു 4 പച്ചമുളകുണ്ട്. എരി അനുസരിച്ച് നിങ്ങളൊക്കെ ഇടാം. അതൊന്ന് നല്ല എടുത്തിട്ടൊന്ന് ചതച്ചെടുക്കണം. ചതക്കുകയല്ല, നല്ലപോലെ പേസ്റ്റ് പോലെ ആക്കണം. ഞാൻ അത്രയും ഒരു അമ്മിക്കൽ പെർഫെക്ഷനിസ്റ്റ് ഒന്നും അല്ല, അതുകൊണ്ട് ചിലപ്പം പോരായ്മകളൊക്കെ കാണും. എന്നാലും നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ചിരിക്കൂ. ഇപ്പോൾ നമ്മൾ കീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതിന് നമുക്ക് ആദ്യം ഓയിൽ ഒഴിക്കണം. ഓയിൽ അപ്പം അതിൻ്റെ പുറത്ത് ഒഴിക്കുകയാണ്. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കണം. എനിക്കിങ്ങനെ ഓയിൽ ലാവിഷായിട്ട് ഒഴിക്കണതാണ് എനിക്കിഷ്ടം. എന്നാൽ ആ ഒരു അതാണ് എൻ്റെ വീട്ടിൽ എപ്പോഴും ഓയിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഞാൻ ഉള്ളതുകൊണ്ട് മാത്രം ഇത്രയും കടുക് എടുത്തിട്ട് അതൊന്ന് പൊട്ടിക്കുന്നു. കടുക് പൊട്ടുന്നുണ്ട്. അടുത്ത് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്ന വെളുത്തുള്ളിയാണ് അല്ലേ അമ്മ? 3 അല്ലേ? 3 വലിയ വെളുത്തുള്ളിയാണ്. ഭയങ്കര തീയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി അതും കൂടെ, 3 വലിയ ഉള്ളി. ഇനി കുറച്ച് ഉപ്പ്. ഇത് ഉള്ളി ഇത്ര വേണ്ടേ? ഇത്ര ഉള്ളി മാത്രമല്ല, മുട്ടയാണ് കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ തന്നെ കോഴി മുട്ടയിട്ട മുട്ടയാണ്. അപ്പം 4 മുട്ട അതൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ ഇതിൻ്റെ അത്തിടയാണ്. കുറച്ച് മതി മോളെ. നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയ പൊതിച്ചോറ് ഉണ്ടാക്കലാണ് കേട്ടോ. 11 മണിക്ക്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. ഇതുവരെയും തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ 5 മണിയായപ്പം തന്നെ കോവിൽ പാട്ടിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ഒന്നും തന്നെ കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ തോരന് വേണ്ടി, അത് നമ്മളിതിൽ കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആവി കയറ്റും. അതോടെ തോരൻ റെഡിയാവും.
ഞണ്ടിൻ്റെ കണ്ണ് കണ്ടോ? ഇതിൻ്റെ ആൻറ്റീന. ഇതെന്തിനാണ്? ഇതെന്തോ സാധനമാണ്. നമുക്ക് എത്ര പുളിയല്ല, ഇതെന്ത് സാധനമാണ്? എല്ലാരും പറ്റിക്കാനായിട്ട് കണ്ണാണല്ലോ. ഇതാണ് തൃക്കണ്ണെന്ന് പറയും. ആയിരിക്കും. ഇതെന്തുവാ? അപ്പം നമ്മൾ അടുത്ത ചേവണ്ടി പോകുന്നത് പൊരിച്ച മീനാണ്. പൊരിച്ച മീനുള്ള കൂട്ട് ഞാൻ അമ്മിക്കല്ലിൽ അരിച്ചെടുക്കാൻ വേണ്ടി പോയാണ്. അപ്പം ഞാൻ ആദ്യം മഞ്ഞൾ നിങ്ങൾക്ക് മുഴുവൻ മഞ്ഞളുണ്ടെങ്കിൽ മുഴുവൻ മഞ്ഞൾ എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലൂടെ മുഴുവൻ മഞ്ഞൾ ഉള്ളതുകൊണ്ടാണ് മുഴുവൻ മഞ്ഞൾ എടുത്തത്. അല്ലെങ്കിൽ പൊടിച്ച മഞ്ഞളായത് മതി കേട്ടോ. ഇത്രയും മഞ്ഞൾ മതിയാവും. കുറച്ചൊന്ന് വെള്ളം ഒഴിക്കാം. നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ഈ സ്പൂണിൻ്റെ അളവിൽ ഞാൻ ഒരു സ്പൂൺ അളവിൽ ഞാൻ കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. മുഴുവൻ മല്ലി 3 ടീസ്പൂൺ അളവിൽ. ഇത്രയും മതിയാവും. ഒന്നല്ല കേട്ടോ, പേസ്റ്റ് അല്ലേ നോക്കണം. മുളകാണ്. ഈ മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം 6 വറ്റൽമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് നല്ല ഇട്ടൊന്ന് ഒരു 5 അയില മീനിന് ഏകദേശം ഒരു 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ് മീനിൽ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അത്രയും. അപ്പോൾ അതാ നമ്മൾ ഇനി മീനുണ്ടല്ലോ മാഗ്നേറ്റ് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അമ്മിക്കല്ല് അരച്ച് വെച്ച കൂട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ അയല മീൻ നമുക്ക് ചേർക്കാം. ഓക്കെ. അപ്പോൾ അതാ നമ്മൾ ഓരോ കഷ്ണങ്ങളായിട്ട് അയല മീൻ ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല വൃത്തിയായിട്ടൊന്ന് കുഴച്ച് ആ മീനിൻ്റെ വരച്ച സ്ഥലത്തൊക്കെ നല്ല പോലെ അതിൻ്റെ അകത്തൊക്കെ ആക്കിയിട്ട് 1 മണിക്കൂർ, മാക്സിമം 1 അല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മൾ ഒന്ന് ജസ്റ്റ് വയ്ക്കുക. ഇനി നമ്മളിതിൽ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതായത് അമ്മ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ മീനിലുണ്ടല്ലോ കുറച്ച് നെയ്യ് ചേർത്താൽ മീൻ പൊരിക്കുമ്പോൾ നല്ല കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാവുമെന്ന് അമ്മ പറയുന്നൊരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യും കൂടെ ചേർത്ത് അതിൽ നല്ല പോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുന്നതിന് അതിൽ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ മീൻ കുറച്ചും കൂടെ നല്ല എടുത്തിട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ 1 കിലോ ഞണ്ടാണല്ലേ അമ്മ എടുത്തേക്കണം. ഇതിലെന്ത് ചെയ്യണം? എത്ര വെള്ളം? ഞാനിത് ക്ലീൻ ചെയ്തിട്ടാണ് വേവിക്കുന്നത്. ഇത് മുഴുവനായിട്ട് കഴുകിയിട്ട് വേവിച്ചെടുക്കും. നമ്മളിത് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. മറ്റത് ക്ലീൻ ചെയ്തിട്ട് വെച്ചുകഴിഞ്ഞാൽ മണ്ണെല്ലാം കളഞ്ഞ് മുഴുവനായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേവിക്കും. വേവിച്ചതിന് ശേഷമാണ് ഒടിച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ അതല്ലാതെ എടുത്തിട്ട് വേവിക്കണം, ഉപ്പിട്ട് വേവിക്കും. മനസ്സിലായില്ല? അതായത് ചിലവർ മുഴുവനായിട്ട് മണ്ണൊക്കെ കഴുകി മുഴുവനായിട്ട് വേവിക്കും. പക്ഷെ അമ്മ അത് പീസാക്കിയാണ് ഇതിൽ ഇട്ടത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് മതിയോ? മഞ്ഞപ്പൊടി വേണം. മഞ്ഞപ്പൊടി അടച്ച് വയ്ക്കും. നമ്മളടുത്ത മീൻ പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. നമ്മളെ കരിവേപ്പില, നമ്മളെ വീട്ടിലെ കരിവേപ്പില അതൊന്നും ഇതിൻ്റെ പുറത്തൊന്ന് വയ്ക്കാം. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വയ്ക്കാം. ഇതാണ് നമ്മളെ കുഞ്ഞുണ്ണി വാഴ. നമ്മളിതിനെ കുഞ്ഞുണ്ണി എന്നാണ് പേരിട്ടേക്കുന്നത്. സംഭവം തന്നെ കുഞ്ഞു വാഴയെ നമുക്ക്
കുഞ്ഞു പോലെ നമുക്ക് തരുള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഏത്തനാണ് കേട്ടോ. ഇത് ഡ്രമ്മിലാണ് നമ്മൾ നട്ട് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു വാഴ ഇല മുറിക്കാം. നീളം വേണ്ട, കുറച്ചുകൂടി ചെറുതായി നമ്മൾ വാഴ മുറിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ എത്ര വാഴ മുറിക്കും? 5 വാഴ. 5 വാഴയില മുറിക്കും. അപ്പോൾ അതാ നമ്മൾ അടുത്തായിട്ട് ഞണ്ട് തോരൻ വയ്ക്കാൻ വേണ്ടി പോയത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഞണ്ട് തോരനാണ്. അമ്മ എങ്ങനെ വയ്ക്കും? എണ്ണ വയ്ക്കും. അറിയാം. 1/2 ടീസ്പൂണാണ് കേട്ടോ കടുക്. 2 വറ്റൽമുളക് ഇടുക. ഇത്രയും കറിവേപ്പില. അപ്പം ബീഫ് പ്രിപ്പറേഷൻ കേട്ടോ. 2 ഉള്ളിയുണ്ട്. ഇതില് ചെറിയ ഉള്ളിയുണ്ട്, സവാളയുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് തന്നു. ഇതിലോട്ട് എല്ലാം റെഡിയായി. ഇതിലോട്ട് നമ്മൾ 11 മണിക്കോ 11:30 തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്, പൊതിച്ചോറ് കൂട്ടായ്മയാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. 7 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മളിതിൻ്റെ ഫൈനൽ ആയിട്ടില്ല. ഇനി ഒരു ഡിഷസും കൂടെ ഉണ്ട്. നമ്മളെ ഉണക്ക ചെമ്മീൻ മാങ്ങാ ചമ്മന്തി കൂടെ ഉണ്ടാക്കിയിട്ട് പ്ലസ് ഈ ചുട്ടെടുത്ത പപ്പടവും കൂടെ ചെയ്താൽ നമ്മളെ പൊതിച്ചോറിൻ്റെ കൂട്ടായ്മ ഫൈനലൈസ്. അപ്പോൾ നമുക്ക് ചുട്ടെടുത്ത് പപ്പടം എടുക്കാം. അല്ലെ, പപ്പടം ചുട്ടെടുത്തെടുക്കാം. അതിന് പകരം പപ്പടത്തിൻ്റെ പപ്പടം കൊത്തി നമ്മളെ വീട്ടിലില്ല. അതുകൊണ്ട് നമ്മൾ ഓല ഉണ്ടല്ലോ, ഓലയുടെ കമ്പിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യുന്നത്? ഓലയിൽ ഈർക്കിലിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത്? ഓല ഈർക്കിലിട്ടാണ് ചെയ്യണം. ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അമ്മ ഇവിടെ പറഞ്ഞിട്ട് പോയത്. എനിക്കിത് ചെയ്യാൻ അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. പുള്ളി വന്നു. നമുക്ക് ഏകദേശം ചെറുതായിട്ടൊന്ന് പുള്ളി ഒന്ന് കിട്ടാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ ചുട്ടെടുത്ത പപ്പടം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ എത്രയോ മണിക്കൂറിന് ശേഷമാണ് നമ്മളെ പൊതിച്ചോറ് റെഡി. പ്രയത്നഫലം നമ്മളെ പൊതിച്ചോറ് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി വാഴയൊക്കെ വാഴട്ടി നമ്മളിവിടെ വച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തില്ല. നമുക്കിനി പൊതിച്ചോറ് നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ചോറിടാം. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വയ്ക്കാം. അത് ഇതിൻ്റെ സൈഡിലായിട്ട് വയ്ക്കാം. നമ്മളെ നല്ല കീര തോരൻ അത് ഏകദേശം ഈ സൈഡിൽ വീണ്ടും നല്ല അടിപൊളി ഞണ്ട് തോര. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് എവിടെ വയ്ക്കാം? ഈ സൈഡിൽ വെക്കട്ടോ. ഇവിടെ വയ്ക്കണ്ടായിരുന്നാ? ഈ ഒരു
വേണമെങ്കിൽ ഒരു കാലൊക്കെ വെക്കാം, ഈ കാലൊക്കെ വെക്കാം. അത് പിന്നെ നല്ല പൊരിച്ച മീൻ അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് വായിന്ന് വെള്ളം ഊരി വരും. ഇങ്ങനെ ഉരുട്ടി വെച്ച ചമ്മന്തി അത് നമുക്ക് പൊരിച്ച് വയ്ക്കാം. അത് എനിക്ക് അടുത്ത് നല്ല കുരുമുളകിട്ട മുട്ട അതും കൂടെ നമുക്ക് അത് നമുക്കിവിടെ എടുത്ത് വയ്ക്കാം. നമുക്ക് ഈ മീനുണ്ടല്ലോ അത് ഇവിടെ ഇങ്ങനെ വയ്ക്കുന്നതാണ് നല്ലത്. ഓക്കെ, അത് കഴിഞ്ഞ് നല്ല ചുട്ടെടുത്ത പപ്പടം വയ്ക്കാം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അച്ചാർ വയ്ക്കാം. പക്ഷെ ഞാൻ ഇപ്പം ഇത് തന്നെ അടിപൊളിയാണ്. ഇത് തന്നെ മതി. ഇനി നമുക്ക് നല്ല വെച്ചിട്ടൊന്ന് പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കിനി ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കെട്ടി വെച്ച ശേഷം ന്യൂസ് പേപ്പർ നമുക്കിത് പൊതിയാം. പൊതിച്ചോറ് കറക്റ്റൊന്നും ആയില്ല പൊതിഞ്ഞത്, കാരണം എനിക്ക് അധികം അറിഞ്ഞുകൂടാ. അപ്പം കഴിവിൻ്റെ പരമാവധി ഇങ്ങനെയാണെന്ന് തോന്നുന്നു പൊതിച്ചോറ് പൊതിയേണ്ടത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20-25 മിനിറ്റെങ്കിലും ഇലയിൽ കിടന്നത് മൊത്തം അങ്ങ് ഇരിക്കുന്നത്, എന്നാൽ ആ ടേസ്റ്റ് മൊത്തം അറിയുള്ളൂ. അപ്പം നമുക്കൊരു 25 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് പൊതിച്ചോറ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രഷായി വന്നിരുന്ന് നമ്മൾ പൊതിച്ചോറ് കഴിക്കാനുള്ള ആ ഒരു നിമിഷങ്ങളിലേക്ക് പോയാണ്. എത്രയോ മണിക്കൂറുകളുടെ വേർപ്പിന്റെ കഠിനാധ്വാനം നമ്മളത് ഇപ്പോഴാണ് തുറക്കാൻ വേണ്ടി അപ്പൊ അമ്മ എല്ലാ ദിവസവും ചെയ്യാൻ മണ്ണിന് വർത്തമാനം പറയണമ്മ. അപ്പൊ നമ്മള് കഠിന പ്രയത്നത്തിന്റെ പ്രതിഫലം എന്താ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കും. അപ്പൊ നമുക്ക് പൊതിഞ്ഞ് തുറന്നു നോക്കാം. നല്ല മണം കിട്ടാ. അടിപൊളി മണം, വെള്ളം വരും നമുക്ക്. അങ്ങനെയല്ല കഴിക്കണം. ചുട്ടെടുത്ത പപ്പടം കൊള്ളാം കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ സാധാ എണ്ണയിൽ ചെയ്യുന്ന പോലെയല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മള് ഇത് ഇങ്ങനെയല്ല കഴിക്കാനുള്ളത്, ചുമ്മാ ഓരോരോ കറികളായിട്ടല്ല കഴിക്കണം. അതിന് തന്നെ ഒരു ഇതുണ്ട്. ആദ്യം കുറച്ച് ചോറെടുത്തിട്ട് ഈ മെഴുക്കുവരട്ടി ഇതിലിങ്ങനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് എല്ലാവരും മിക്സ് ചെയ്താ മെഴുക്കുവരട്ടി മിക്സ് ചെയ്ത് അങ്ങനെയല്ല മിക്സ് ചെയ്താ കുറച്ച് കീര മിക്സ് ചെയ്തേ, കുറച്ച് ചമ്മന്തി എടുത്തേ. ചമ്മന്തി കിട്ടിയില്ലേ? ഈ ഇതിലൊക്കെ തോണ്ടി നോക്കി കുറച്ച് ചമ്മന്തി എടുത്തോ. എന്നിട്ട് കുറച്ച് മുട്ട എടുത്തോ. പിന്നെ ആ പൊരിച്ച് പിന്നെ ചെറിയ കഷ്ണം, കുറച്ച് കഷ്ണം. എന്തെങ്കിലും ഉണ്ടാ? ഇതെല്ലാം കൂടെ അയ്യോ നണ്ടുണ്ട്, അത് മറന്നുപോയി. നണ്ടിന്റെ ആ തോരൻ, ആ ഒരു തോരനും അതും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ഉരുളയാക്കിയിട്ട് അയച്ചോട്ടെ. അറിയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി. എങ്ങനെ മാളുവിന്റെ രുചിയാണെന്ന് അറിയാവുന്നത്. അടിപൊളി. നീ ഏട്ടനെ അപ്പൊ നമ്മൾ ഇനി ഉണ്ടല്ലോ ഫുൾ കഴിച്ചിട്ട് ഇനി നീ അത്
അപ്പൊ നമ്മളിത് ഫുൾ കഴിച്ചിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരുടെയും കമൻറ്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് ദിസ് ഇസ് സാരഥി, ലതാദേവി, അച്ഛൻ, അമ്മ, മാളു, കിങ്ങിണി ഇവിടെ കിടന്ന് പറയുന്നത്. സോ till then this is bye, love you, take care.